ഇന്ന് തന്നെ ഡൗൺലോഡ് ചെയ്യൂ. കാണൂ നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ്. ഇതിന്റെ പങ്കുപറ്റാനുള്ള മോഹമായിട്ട് വന്നതാണെങ്കിലേ അതിന് വെച്ച വെള്ളം നിന്റെ ഭാര്യയോടങ്ങ് ഇറക്കി വെച്ചേക്കാൻ പറ. പ്രകാശേടാ, ഇതൊരുമാതിരി തെണ്ടിത്തരോ, ചീപ്പ് ഗെയിം. അതേടാ, തെണ്ടിത്തരം തന്നെയാ. ഇതേ തെണ്ടിത്തരം കാണിച്ചാ നീ എന്ന അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛന്റെ 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അതിന്നൊരു ചില്ലി കാശ് പോലും വിനുവേട്ടന്റെ ആവശ്യത്തിനായി അയാൾ ഉപയോഗിക്കുമെന്ന് നിങ്ങൾ സ്വപ്നത്തിൽ പോലും കരുതണ്ട. എന്താ എന്താ ഇവിടെ ഒരു ബഹളം? ആ ഹരിത, നീ ഇപ്പൊ വന്നു? ഹോ, അപ്പൊ നിങ്ങളും കൂടി അറിഞ്ഞിട്ടാണോ പ്രകാശേട്ടന് 5 ലക്ഷം രൂപ ഏർപ്പാടാക്കി കൊടുത്തത്? അച്ഛന്റെ ഇൻഷുറൻസ് തുക അച്ഛൻ ഇഷ്ടമുള്ളവർക്ക് കൊടുക്കും. അതിൽ ബാക്കിയുള്ളവർക്ക് എന്താ എത്ര കാര്യം? അച്ഛന്റെ പണം ആർക്ക് കൊടുത്തു എന്ന് ചോദിക്കാൻ പോലും ഇളയ മകനായ മനോജിന് അധികാരമില്ലേ? മനോജ്, ഞാൻ നിന്നോട് പറയാറില്ലേ, നിനക്ക് ഈ വീട്ടിൽ ആരും ഒരു പട്ടിയുടെ വില പോലും തന്നിട്ടില്ലെന്ന്. വന്ന് കേറിയവരാ വീട്ടിലുള്ളവരെ ഭരിക്കുന്നേ. എല്ലാം എനിക്കറിയാം ഹരിതേ. ഈ നിൽക്കുന്ന എന്റെ ചേച്ചി അബോധാവസ്ഥയിൽ കിടന്നപ്പോ ചതിച്ച് താലി കെട്ടിയവനാ നിന്ന് ന്യായം പറയുന്നത്. ജോലിയും കൂലിയില്ലാത്ത അളിയൻ എന്റെ വീട്ടിൽ വന്ന് ഇവളുടെ ജീവിതം കൂടി നശിപ്പിച്ചില്ലേ? അതിനെ ഞാൻ പ്രതികാരം ചെയ്താണെന്ന് കൂട്ടിയാ മതി. ഇപ്പോഴെങ്കിലും വന്ദനേച്ചിക്ക് മനസ്സിലായല്ലോ ഇയാളുടെ ഉള്ളിലിരിപ്പ്. വന്ദനേച്ചോട് കാണിച്ച സ്നേഹമൊക്കെ വെറും കാപട്ടിയായിരുന്നു എന്ന് ഇപ്പം ബോധ്യായില്ലേ? എനിക്ക് വന്ദനയോടുള്ള ആത്മാർത്ഥത എത്രയാണെന്ന് വന്ദനയെ ആര് ബോധ്യപ്പെടുത്തി കൊടുക്കേണ്ട കാര്യമില്ല. വയസ്സായ അച്ഛന്റെ കയ്യിൽ നിന്ന് പണം തട്ടിയെടുക്കാൻ ഇറങ്ങി തിരിച്ച നിനക്ക് ലെവലേശ് ഉളുപ്പെങ്കിലും ഉണ്ടോ? ദേ, നിങ്ങൾ എന്റെ ഭർത്താവിനെ ഭരിക്കാനൊന്നും വരണ്ട. അച്ഛനെ കൊച്ചാക്കാൻ അച്ചിയുമായി തുടങ്ങിയ തട്ടുകട ബിസിനസ്സൊക്കെ ഞാൻ അറിഞ്ഞു. ഇനി എന്റെ ഭർത്താവിനെയോ അച്ഛനെയോ അപമാനിക്കാൻ ശ്രമിച്ച ഏട്ടനാണെന്നൊന്നും ഞാൻ നോക്കില്ല. ഹരിതയുടെ മറ്റൊരു മുഖം നിങ്ങൾക്ക് കാണേണ്ടി വരും. എല്ലാവരും ഒന്ന് നിർത്തുന്നുണ്ടോ? ഒരല്പം സ്വസ്ഥത വേണം ഞങ്ങൾക്ക്. ഒന്നും ഇവിടെ അവസാനിക്കാൻ പോകുന്നില്ല. എന്റെ കുഞ്ഞിനെ നശിപ്പിച്ചതടക്കം ഒന്നും ഞാൻ മറന്നിട്ടില്ല. ഞാനേ കരുണാകരക്കുറുപ്പിന്റെ മകളാ. എല്ലാത്തിനും ചേർത്ത് ഞാൻ പകരം വീട്ടിയിരിക്കും. അതെ, ഞാനും കരുണാകരക്കുറുപ്പിന്റെ മകൻ തന്നെയാ. ഹരിതേ, നിന്റെ ഒരു കളി ഈ വീട്ടിൽ നടക്കാൻ പോകുന്നില്ല. നമുക്ക് കാണാം. കാണാം കാണാം. മനോജേ, വാ. അതെ മോളെ, പോകല്ലേ അവിടെ ഒന്നേ. ഏതായാലും ഞാൻ മിസ് കോൾ അടിക്കുമ്പോൾ നിന്റെ വിളിക്കേ നല്ല ടൈമിങ്ങാ. വീട്ടിലുള്ളവരെല്ലാം ഞാൻ വിളിക്കുന്നത് ബാങ്ക് മാനേജറെ തന്നെയാണെന്നാ വിശ്വസിച്ചിരിക്കുന്നത്. എന്റെ എല്ലാ കള്ളക്കളിക്ക് കൂട്ടുനിൽക്കുന്ന ഒരു കിഴങ്ങൻ അനിയനുണ്ടെന്ന് ഞാൻ പറഞ്ഞിരുന്നില്ലേ? അവനെ അവന്റെ അച്ചിയും കൂട്ടി വീട്ടിൽ വന്നിരിക്കുന്നുണ്ട്.
എല്ലാം അറിഞ്ഞിട്ടുള്ള വരവാണെന്നാ തോന്നുന്നത്. ഞാൻ ആരാ മോൻ? ഒന്നും പറയാനോ കേൾക്കാനോ സമയം കൊടുക്കാതെ ഞാൻ അവിടെ നിന്ന് മുങ്ങി. പിന്നെ 10 മിനിറ്റിനകം വരാന്ന് പറഞ്ഞിട്ടാ ഞാൻ അവിടെ നിന്ന് മുങ്ങിയത്. ഇനി ഞാൻ അങ്ങോട്ട് പോകുന്ന പ്രശ്നമേ ഇല്ല. 2 കൂടി ക്ലോക്കിലെ മിനിറ്റ് സൂചിയും മണിക്കൂർ സൂചിയൊക്കെ നോക്കി വേരിറങ്ങി അങ്ങിരിക്കും. പ്രകാശനോടാ കളി. എടാ അതെ, ഞാൻ അങ്ങോട്ട് വിളിക്കാം. പ്രകാശേട്ടാ, അല്ല നിങ്ങളെന്താ ഇവിടെ? ഞാൻ അങ്ങോട്ട് വരാതിരിക്കായിരുന്നു. പ്രകാശേട്ടന് വലി മാത്രമല്ല വലിപ്പിക്കലും ഉണ്ടെന്ന് അറിയാവുന്നതുകൊണ്ടാ ഞങ്ങൾ ഇങ്ങോട്ട് വന്നത്. അച്ഛന്റെ ഈ ഇൻഷുറൻസ് ഒക്കെ ഒറ്റയ്ക്ക് തട്ടിയെടുത്ത് മുങ്ങാന്ന് വിചാരിച്ചല്ലേ? പിറന്നാൾ ആഘോഷം നടത്തിയതും ഒരുമിച്ചിരുന്ന് സദ്യ കഴിച്ചതും ഒക്കെ പ്രകാശേട്ടൻ അങ്ങ് മറന്നുപോയോ? ആ പ്ലാനെ വർക്കൗട്ട് ആയില്ലല്ലോ. ഇത് എന്റെ തന്ത്രവും സാമർത്ഥ്യം ഉപയോഗിച്ച് ഞാൻ കൈക്കലാക്കിയതാ. ഇതിന്റെ പങ്കുപറ്റാനുള്ള മോഹമായിട്ട് വന്നതാണെങ്കിലേ അതിന് വെച്ച വെള്ളം നിന്റെ ഭാര്യയോടങ്ങ് ഇറക്കി വെച്ചേക്കാൻ പറ. പ്രകാശേട്ടാ, ഇതൊരുമാതിരി തെണ്ടിത്തരോ, ചീപ്പ് ഗെയിം. അതേടാ, തെണ്ടിത്തരം തന്നെയാ. ഇതേ തെണ്ടിത്തരം കാണിച്ച നീ എന്ന അമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛന്റെ 10 ലക്ഷം രൂപ തട്ടിയെടുത്തത്. അന്ന് ഞാൻ സഹിച്ചില്ലടാ, ഇന്ന് നീ സഹിക്ക്. ഇത് ചീപ്പ് ഗെയിം ആണെങ്കിലേ നീ അന്ന് കാണിച്ചതും ചീപ്പ് ഗെയിം ആയിരുന്നു. ഇത് ഞാൻ വെറുതെ വിടില്ല. എനിക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത് ഞാൻ കാണിച്ചു തരാം. ശരി, നീ കാണിക്കടാ. മനോജേ, ഞാൻ പറഞ്ഞിട്ടില്ലേ നിന്റെ ചേട്ടൻ പക്ക ഫ്രോഡാണെന്ന്. പക്ഷേ അയാളിപ്പ ചവിട്ടി നോവിച്ചതേ രാജവെമ്പാലയാ. അയാൾ അതിന് അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. ഇത് പറയുന്നത് കരുണാകരക്കുറുപ്പിന്റെ മകള് ഹരിതയാ. ആ പണത്തിന്റെ പങ്ക് മനോജിന്റെ കൈകളിൽ എത്തിയിരിക്കും. കുബുദ്ധിയില് മാസ്റ്റർ ഡിഗ്രി ഉള്ള പ്രകാശിനെ ഒതുക്കാൻ കുതന്ത്രത്തില് ഡോക്ടറേറ്റ് ഉള്ള ഒരാള് തന്നെ വേണം. അതിപ്പാര അങ്ങനെ ഒരാള്? അതൊക്കെയുണ്ട്. മാനത്തെ കൊട്ടാ